ഹായ് ഓൾ, വെൽത്തിഫൈൻ്റെ വീക്ക്ലി അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലാസ്റ്റ് വീക്കിൽ നമ്മുടെ അനാലിസിസിൽ നമ്മൾ മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് ലാസ്റ്റ് വീക്കിൽ ആദ്യ പാർട്ടിൽ ബുള്ളിഷ് ആയിരുന്നു. പിന്നെ പാസ്റ്റ് 2-3 ഡേയ്സ് ആയിട്ട് മാർക്കറ്റ് ഒരു ബെയറിഷ് ട്രെൻഡിലേക്ക് കടന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് സ്മോളർ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റ്സ് ഫിംസിലെല്ലാം ബെയറിഷ് ആണ് മാർക്കറ്റ്. പക്ഷെ ഇപ്പോൾ ഡേ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ബുള്ളിഷ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. ഏകദേശം ഈ ഒരു ലെവല് ആണ് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡെയിലി ലോ വരുന്നത്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 3000 റേഞ്ച് ലെവല് ബ്രേക്ക് ചെയ്ത് താഴെ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം, ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡേയും ബെയറിഷ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. സോ ഈ രീതിയിലാണ് ഗോൾഡിന്റെ ഒരു ഫോർകാസ്റ്റ് നമുക്ക് പറയാനായിട്ട് പറ്റുക. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പാസ്റ്റ് ഡേയ്സിലായിട്ട് US മാർക്കറ്റിലൊക്കെ നല്ല രീതിക്ക് വലിയ ഫാള് 2020ക്ക് ശേഷം ഏറ്റവും വലിയ ഫാൾ വന്നിട്ടുള്ള ഡേ ആയിരുന്നു മിനിങ്ങാന്നുണ്ടായിരുന്നത്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ US ഒരുപാട് ഹാപ്പനിങ്സ് സംഭവിക്കുന്നുണ്ട്. അത് ഗോൾഡിനായാലും ഫോറക്സിനായാലും അവിടുത്തെ US മാർക്കറ്റിനായാലും ഒക്കെ നല്ല രീതിക്ക് ഇമ്പാക്ട് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ വലിയ വലിയ ബിഗർ മൂവ്മെന്റ്സ് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വീക്കൊക്കെ ആയിരിക്കും ഈ ഒരു സെഷനിലൊക്കെ വരുന്നത്. സോ ഒരുപാട് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് US-ന്റെ സൈഡിൽ നിന്ന്. അതായത് താരിഫ് അതിന്റെ കാര്യമായാലും ഒക്കെ നമ്മൾ കേൾക്കുന്നതാണ്. സോ അങ്ങനെയുള്ള റീസൺസ് എല്ലാം തന്നെ ഈ ഒരു മൂവ്മെന്റിന്റെ പുറകിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് ഇരിക്കാം മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ള കാര്യം നോക്കി. സോ ഇനി യൂറോ USDയുടെ അനാലിസിലേക്ക് പോവാം. സോ യൂറോ USD ഓൾറെഡി ബുള്ളിഷ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ ലാസ്റ്റ് വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈ ടൈം ഫ്രെയിം ആയിട്ടുള്ള ഡേ ഒക്കെ നോക്കി കഴിഞ്ഞാലും മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്കിനി സ്മോൾ ടൈം ഫ്രെയിം നോക്കിയാലും നമുക്ക് 50 മിനിറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു അത്യാവശ്യം ബുള്ളിഷ് ഒരു ഇമ്പൾസീവ് മൂവ്മെന്റ് ഇവിടെ തന്നിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നത് കാണുന്നത്. ഇപ്പൊ അതിന്റെ ഒരു OT ലെവലിൽ നിൽക്കുന്നത്. ഇപ്പൊ ഈ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ഒക്കെ തരുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ലെവലിൽ നിന്ന്. അല്ല ഇത് താഴോട്ട് ഇനിയും വരാണെങ്കിൽ ഇതാണ് ലാസ്റ്റത്തെ ഒരു സപ്പോർട്ടായിട്ട് വരിക. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള റിയാക്ഷൻ നോക്കിയിട്ടായിരിക്കും നമുക്ക് അടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റുക. സോ GBP JPY എനിക്ക് അങ്ങനെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു വ്യൂ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പ്രധാനമായിട്ടുള്ള അനാലിസിസ് ഇത് രണ്ടുമായിരുന്നു, ഗോൾഡും യൂറോയും. സോ അത് ഇനി കമ്മിങ് ആയിട്ടുള്ള ഡേയ്സിൽ നമുക്ക് മാർക്കറ്റ് വാച്ച് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തീരുമാനം എടുക്കാം. അപ്പോൾ ബൈ എവരിവൺ.